എല്ലാവർക്കും നമസ്തേ. നമ്മുടെ ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഭാരതത്തിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഭരണം നടത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി അനേക വർഷങ്ങൾ കോൺഗ്രസ് ഭരിച്ചിരുന്നു. അതിനുശേഷം ജനതാ പാർട്ടി, പിന്നീട് ജനമോർച്ച, പിന്നെ BJP, ഇങ്ങനെ വിവിധ പാർട്ടികളാണ് രാജ്യത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഭരണകർത്താക്കളുടെ ഒക്കെ എതിരായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു, പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും ഈ പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുന്ന ഒരു നിലപാടും ഒരു സർക്കാരും സ്വീകരിച്ചിരുന്നില്ല. ഇതിന് വിരുദ്ധമായി നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഭരണസമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമാണ് പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുകയും അവരെ ജയിലിലടയ്ക്കുകയും ചെയ്ത് അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം നടന്നിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള ഒരു സർക്കാരും അതിന് തയ്യാറായിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഈ എതിരാളികളെ അടിച്ചൊതുക്കാനോ അല്ലെ അവരെ ഉന്മൂലനം ചെയ്യാനോ അവരുടെ ജീവൻ തന്നെ ഇല്ലായ്മ ചെയ്യാനോ ഉള്ള ഗുണ്ടാ സംഘങ്ങളെ വളർത്തിയെടുത്തിരുന്നില്ല എന്നതാണ് അതിന് കാരണം. എന്നാൽ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഭാഗമായ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൽ നടക്കുന്നത് തികച്ചും ഇതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ 9 വർഷമായി ഭരിക്കുന്നത് CPM ആണ്. ഇവിടെ ഈ സർക്കാരിനെതിരെ ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെ കായികമായി എതിരിടുകയാണ് പാർട്ടി വളർത്തിയെടുത്തിരിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ആ രീതിയിലാണ് പ്രതിഷേധക്കാരെ ഇവർ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നത്. നമ്മൾ തന്നെ കണ്ടതാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു പരിപാടിയുമായിട്ട് രംഗത്തിറങ്ങിയിരുന്നു. ഒരു ബെൻസ് അത്യാഡംബര വാഹനം, ബെൻസിൻ്റെ ഒരു ബസ്, കോടികൾ വിലയുള്ള ബസ്, അതിൻ്റെ പ്രത്യേകം ഏറ്റവും മുന്നിൽ ചുറ്റുപാടും എന്ത് സംഭവിക്കുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് കാണാവുന്ന രീതിയിൽ ഏറ്റവും മുന്നിൽ ഒരു സീറ്റ് ഒരുക്കിയിട്ട് അതിലിരുന്നാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. ഇതിനിടയ്ക്ക് ഈ സർക്കാരിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ പല സ്ഥലങ്ങളിലും കരിങ്കൊടി കാണിച്ചിരുന്നു. ഈ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അതിക്രൂരമായാണ് പാർട്ടി വളർത്തിക്കൊണ്ടുവരുന്ന ഗുണ്ടകൾ കായികമായി നേരിട്ടത്. ചെടിച്ചട്ടി കൊണ്ട് തല തല്ലി പൊട്ടിക്കുന്നു, ഹെൽമറ്റ് വെച്ച് തല അടിച്ചു പൊട്ടിക്കുന്നു, മാരകായുധങ്ങൾ, വടികൾ ഉൾപ്പെടെ ഉള്ള മാരകായുധങ്ങൾ വെച്ച് ഇവരെ ആക്രമിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട്, വണ്ടിയുടെ മുന്നിലിരുന്ന് കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി അത് ആസ്വദിച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹം ഇതിനെതിരെ വിമർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനം നടത്തിയതാണെന്നാണ് പറയുന്നത്. അപ്പം അതിനർത്ഥം മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ചെന്നവർക്ക് തടഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പോലീസ് എന്തിനാണുള്ളത്? പോലീസ് സാധാരണ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ നടന്നാൽ പ്രധാനമന്ത്രിമാർക്കെതിരെ വരെ നടന്നിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ പോലീസ് ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. ജനാധിപത്യത്തിൽ അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? അവരെ കായികമായി ഇല്ലായ്മ ചെയ്യാനാണ് പാർട്ടി വളർത്തിക്കൊണ്ട് വരുന്ന ഗുണ്ടകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. എതിരാളികൾ ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ CPM പ്രവർത്തകർ, അവരുടെ പോഷക സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ചീമൂട്ട വരെ എറിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ കായികമായി ആക്രമിക്കാൻ വരെ, മുഖ്യമന്ത്രിയെ കായികമായി ആക്രമിക്കാൻ വരെ CPMകാർ ശ്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പിണറായി വിജയൻ 9 വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ അല്ലെ ഉമ്മൻചാണ്ടിക്കെതിരെ ഇവർ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് വളയുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്.
അന്നും ഇവരെ ആരും ഗുണ്ടകളാരും അടിച്ചൊതുക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു പാർട്ടികളൊന്നും ഇതേപോലെ ഗുണ്ടകളെ വളർത്തിക്കൊണ്ട് വന്നിട്ടില്ല എന്നുള്ളത് ആണ് അതിന് കാരണം. എന്നാൽ CPM അങ്ങനെയല്ല. CPM എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റുകളുടെ കമ്മ്യൂണിസത്തിൽ പ്രതിഷേധത്തിന് സ്ഥാനമില്ലെന്നുള്ളത് നമുക്കറിയാം. അത് ഏകാധിപത്യ പാർട്ടിയാണ്. അതിന് പ്രതിഷേധത്തിന് സ്ഥാനമില്ല. അതാണ് നമ്മൾ ഉത്തര കൊറിയ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കൊണ്ടിരിക്കുന്നത്. നേരത്തെ ബംഗാളിലും അതേ രീതിയിലായിരുന്നു. പ്രതിഷേധിക്കുന്നവരെ CPM ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടക്കൊല ചെയ്ത് സംഭവങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. 10-35 വർഷം സംസ്ഥാനം ഭരിച്ചപ്പോൾ അങ്ങനെയാണ് അവിടെയും സംഭവിച്ചുകൊണ്ടിരുന്നത്. സോവിയറ്റ് യൂണിയനിലെ കാര്യം നമ്മൾ കണ്ടതാണ്. പ്രതിഷേധിക്കുന്നവരെ ക്രൂരമായി കൊന്ന് തള്ളി എന്ന സംഭവമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇതേ രീതിയിൽ ആണ് ചൈനയിലെ കാര്യം തന്നെ പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ടാകും. ടിയാനൻമെൻ സ്ക്വയർ സംഭവം. അവിടെ 10,000-കണക്കിനായ വിദ്യാർത്ഥികൾ അവിടെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, നാട്ടിൽ ജനാധിപത്യം വേണം എന്ന് പറഞ്ഞ് സമാധാനപരമായി അവിടെ ടിയാനൻ സ്ക്വയറിൽ കൂടിയിട്ട് പ്രതിഷേധിച്ചിരുന്നു. ഈ പ്രതിഷേധിച്ച ആ രാജ്യത്തിൻ്റെ ഭാവി ആയ ഏതൊരു രാജ്യത്തിൻ്റെയും ഭാവിയാണ് അവിടുത്തെ യുവാക്കളും യുവ ജനത. ഈ യുവജനതയ്ക്ക് നേരെ, വിദ്യാർത്ഥികൾക്ക് നേരെ ആ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്താണ് കാണിച്ചത്? അവർക്കുമേൽ ടാങ്കുകൾ ഓടിച്ച് കയറ്റി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ, ഈ യുവതയെ ടാങ്കിൻ്റെ കീഴിലിട്ട് ഓടിച്ച് കയറ്റി ചതച്ചരച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത്. അത്രമാത്രം ക്രൂരതയാണ് കമ്മ്യൂണിസത്തിലുള്ളത്. അത് ലോകത്ത് എവിടെ ആണെങ്കിലും കമ്മ്യൂണിസം എന്ന് പറയുന്നത് ക്രൂരതയുടെ പര്യായം തന്നെയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ പേരുകൊണ്ട് ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാം അവരുടെ ആ ഒരു അടിസ്ഥാന ഗ്രന്ഥം അവരുടെ ആ മൂലധനം എന്നുള്ള പുസ്തകമാണ്. അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എല്ലാം നമ്മുടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ രാജ്യങ്ങളിലെ ഘടകങ്ങളാണ് ഈ ലോകത്തെല്ലായിടത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അപ്പോൾ അതിനകത്തിൽ ജനാധിപത്യമില്ല. പ്രതിഷേധിക്കുന്നവരെ ഇതുപോലെ കൂട്ടക്കൊല ചെയ്യുക അല്ലെങ്കിൽ ആക്രമിച്ചടിച്ചൊതുക്കുക എന്നുള്ളതാണ് അവരുടെ ആ നയം. അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചിട്ടുള്ളപ്പോൾ ഇത്രമാത്രം അരാജകത്വത്തിലേക്ക് നീങ്ങിയിട്ടില്ലായിരുന്നു. ഇത്രമാത്രം ക്രൂരമായ നടപടികളിലേക്ക് കമ്മ്യൂണിസ്റ്റുകൾ നീങ്ങിയിട്ടില്ലായിരുന്നു. കാരണം അവരിവിടെ ഭരണത്തിൽ വന്നത് ജനാധിപത്യത്തിൽ കൂടി ആയതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ ഒതുങ്ങി നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ 9 വർഷമായി പിണറായി വിജയൻ എന്ന് അധികാരമേറ്റോ അതിനുശേഷം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഗുണ്ടകളെ അഴിച്ചങ്ങ് വിട്ടിരിക്കുകയാണ്. പ്രത്യേക പരിശീലനം തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും കാണുമ്പോൾ. കാരണം ഈ പോലീസുകാർ പോലും അതേ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. സാധാരണ എവിടെയാണെന്നുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും കണ്ടുവരുന്നത് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കരിങ്കൊടി കാണിച്ചാണെങ്കിലും അല്ലാതെ പ്രതിഷേധ പ്രകടനമാണെങ്കിലും പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് കണ്ടുവരുന്നത്. അല്ലാതെ അവരെ ഗുണ്ടകളെ കൊണ്ട് തല്ലാനുള്ള അവസരം ഒരിടത്തും പോലീസുകാർ ഒരുക്കി കൊടുക്കാറില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ മന്ത്രിമാർക്കെതിരെ ജനാധിപത്യപരമായി കരികൊടി കാണിച്ചോ മറ്റു രീതിയിലോ പ്രതിഷേധിച്ചാൽ അവരെ പാർട്ടി ഗുണ്ടകളെ കൊണ്ട് ആക്രമിക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. അതിന് പോലീസാണ് ഇതിനെല്ലാം സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പോലീസുകാർ പ്രതിഷേധക്കാരെ പിടിച്ചു കൊടുക്കും. പ്രതിഷേധിക്കുന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെ പിടിച്ചു കൊടുത്തിട്ട് ഇവർക്ക് മർദ്ദിക്കാനായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ പോലീസുകാർ പോലും ഈ പാർട്ടി ഗുണ്ടകളായിട്ട് മാറിയതിന് സമമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു രാജ്യത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും അല്ലെ അവിടുത്തെ സമാധാന ജീവിതത്തിനും ഒരിക്കലും
ചേർന്നതല്ല, യോജിച്ചതല്ല. ഒരിക്കലും അങ്ങനെ ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ പോലീസും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും തമ്മിൽ ഒത്തുചേർന്ന് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തിനെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളിൽ ഒരു ഭീതി വളർത്തുക. ഭീതി വളർത്തി ഈ കമ്മ്യൂണിസത്തിന് വളരാനുള്ള അവസരം ജനങ്ങൾ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി ഇനി തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും ഈ ഭീതി കൊണ്ട് ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തി അവർക്ക് വോട്ട് നേടാനുള്ള തന്ത്രം തന്നെ ആയിരിക്കാം ഇതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ രാജ്യത്തെ അല്ല ഈ സംസ്ഥാനത്തെ നരകതുല്യമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് സംശയമില്ല. നമുക്ക് തന്നെ അറിയാം, ഈ ഭാരതം ഭരിക്കുന്നത് ജനാധിപത്യവാദികളാണ്, രാഷ്ട്ര സ്നേഹികളാണ്, രാഷ്ട്രവാദികളാണ്. അവർ RSS എന്ന ഒരു ഭാരതീയ സ്നേഹം വളർത്തിയെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, ഭാരതത്തെ അമ്മയാണെന്ന് പെറ്റമ്മയ്ക്ക് തുല്യമായി കണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതിൽ കൂടി വളർന്നു വന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു പ്രസ്ഥാനം അല്ലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന രാജ്യത്താണ് ഇത്തരം അതിൻ്റെ ഒരു ഭാഗത്ത്, ചെറിയൊരു ഭാഗത്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് തികച്ചും ഖേദകരമായ സംഭവമാണ്. കാരണം ഈ രാജ്യം സ്നേഹിക്കുന്നവർ ഭരിക്കണം എന്നുള്ള ഒരു ശക്തമായ വികാരമാണ് ജനങ്ങളിലുള്ളത്. അതിന് വിരുദ്ധമായി ഇത് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഇടപെടണം. ഇതിനെ അടിച്ചൊതുക്കേണ്ടി വന്നാൽ, ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് അടിച്ചൊതുക്കേണ്ടി വന്നാൽ അടിച്ചൊതുക്കണം. നമ്മുടെ ഫെഡറൽ സംവിധാനമായിട്ട് പോലീസിൻ്റെ നിയന്ത്രണവും ഭരണവും എല്ലാം സംസ്ഥാന സർക്കാരുകൾക്കാണ്. പക്ഷേ ഇതേ രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് നേരെ ക്രൂരമായ ഗുണ്ടാ ആക്രമണം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത്തരം സർക്കാരുകളെ പിരിച്ചുവിടുക തന്നെ ചെയ്യണം. അങ്ങനെ പിരിച്ചുവിട്ടിട്ട് ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ കയ്യാമം വയ്ക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഇങ്ങനെ പിരിച്ചുവിട്ടാൽ അതിനെതിരെ കോടതി വിധി ഉണ്ടായാൽ അതിനെ അനുസരിക്കാൻ ഒരു രീതിയിലും കേന്ദ്ര സർക്കാർ തയ്യാറാകരുത്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ ഈ രാജ്യത്ത് അഖണ്ഡതയും ഈ ഇന്ത്യ എന്ന അല്ലെ ഭാരതം ഒറ്റ ശക്തിയായി വിഘടിച്ചു പോകാതെ മുന്നോട്ട് നിലനിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഒരിക്കലും മറന്നുകൂടാ. ഇത്തരം കാര്യം നമുക്കറിയാം. ഈ ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മന്ത്രി, ഒരു വിവരമില്ലാത്ത ഒരു മന്ത്രി, അയാൾ പറഞ്ഞു ഗവർണറാണ് അയാൾക്കെതിരെ ABPക്കാരെ ഇറക്കി വിട്ടിരിക്കുന്നത് പ്രതിഷേധവുമായിട്ട്. അയാൾ തന്നെയാണ് പത്രങ്ങളുടെ മുന്നിൽ ഇരുന്ന് ചാനലിൽ കൂടി പറഞ്ഞത്, ഈ ഭാരതാംബ എന്ന് ആയി കരുതി നമ്മുടെ രാജ്യത്തെ ഭാരതാംബ എന്ന സങ്കല്പത്തിൽ സ്നേഹിക്കണം എന്ന് ഗവർണർ കുട്ടികളോട് പറഞ്ഞത്. അങ്ങനെ സ്നേഹിക്കണം, ആ രാജ്യത്തിനെ അങ്ങനെ കരുതണമെന്ന് പറഞ്ഞ് പ്രസ്താവന പിൻവലിക്കണമെന്ന് പറഞ്ഞ കക്ഷിയാണ് ഈ ഇങ്ങേര് ശിവൻകുട്ടി. അപ്പോൾ അയാളുടെ വാക്കുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാക്കുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയാളെ കൊണ്ട് പറയിച്ചതാണ്. അതായത് നമ്മുടെ കുട്ടികളോട് ഈ രാജ്യത്തെ അമ്മയായി കരുതി സ്നേഹിക്കണം, അതിനെ ആദരിക്കണം എന്ന് പറയാം. ആ പ്രസ്താവന പിൻവലിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടികളിൽ കൂടി ദേശസ്നേഹം വളർത്താൻ ശ്രമിച്ചപ്പോൾ അത് പാടില്ല, ഈ ദേശസ്നേഹം കുട്ടികളിൽ വളർത്താൻ പാടില്ല, ആ പ്രസ്ഥാനം പിൻവലിക്കണം എന്ന് പറഞ്ഞത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണ് ശിവൻകുട്ടിയിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് കമ്മ്യൂണിസം എന്നുള്ളത് മനസ്സിലാക്കുക. ഈ രാജ്യത്തെ അമ്മയായി കരുതി സ്നേഹിക്കരുത് എന്നുള്ളതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം എന്നുള്ളതാണ് ഇതിൽ കൂടി വ്യക്തമാകുന്നത്. ഇത് തടയാൻ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ എടുക്കണം. ഫെഡറലിസം ഒരു കൂണിക്കിടക്കട്ടെ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക. കോടതി അതിനെതിരായിട്ട് വന്നാൽ അതും ഒരു കിടക്കട്ടെ എന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഇത്തരം ഈ ജനങ്ങളെ ക്രൂരമായി പാർട്ടി ഗുണ്ടകളെ കൊണ്ട് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത്, അതായത് CPM നയം തന്നെ ഇതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം ഇതാണ്.
ഈ വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക, വിപ്ലവത്തിൽ കൂടി അധികാരം പിടിച്ചെടുക്കുക, പാർട്ടി ആയിരിക്കണം ഭരിക്കുന്നത്, ഇതിനകത്തിൽ പ്രതിഷേധം പാടില്ല, പാർട്ടി ആയിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ള ആ നയമാണ് CPM-ൻ്റെ. ഇതിനെതിരെ നമ്മൾ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം നരകത്തിലേക്ക് തുല്യമായ അവസ്ഥയിലേക്കായിരിക്കും നീങ്ങുക. ഇവിടെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവസരം ഉണ്ടാവുകയില്ല. ഒരു രീതിയിലും ജനങ്ങളെ ഇവിടെ ഏത് രീതിയിലൊക്കെ ബുദ്ധിമുട്ടിച്ചാലും അതിനെതിരെ പ്രതിഷേധിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കായിരിക്കും നമ്മുടെ കേരള സംസ്ഥാനം ആ ഒരു ഗതികേടിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.